സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സിലെ 15ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ 8 പോയിൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ 7 കൊണ്ട് നമ്മുടെ സ്ട്രക്ചർ തീർന്നു. ഞാൻ ഓരോ ദിവസവും ഈ പുസ്തകം എടുത്ത് മറിച്ച് നോക്കും, ഇനി എന്തോരുണ്ട് എന്നറിയാനായിട്ട്. അപ്പം എൻ്റെ നോട്ടത്തിൽ അടുത്ത ഒരു വീഡിയോയോട് കൂടി ഈ ചാപ്റ്റർ തീരണം. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വിശദമായി എടുത്ത് തീർക്കും. നിങ്ങൾ കൂടെ ഉണ്ടോ എന്നറിയാൻ ഇടയ്ക്ക് നമ്മളൊരു പരീക്ഷണങ്ങളൊക്കെ വെക്കാറുണ്ട്. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്കൊരു പരീക്ഷയുണ്ട് കേട്ടല്ലോ. അത് ഇപ്പോൾ അത് കാണുന്ന എല്ലാവർക്കും ആ പരീക്ഷ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. കോവിഡ് കാലത്ത് പുതിയ സ്റ്റൈലിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാമെങ്കിൽ പുതിയ സ്റ്റൈലിൽ നമുക്ക് പരീക്ഷ എഴുതാലോ, നമ്മൾ ഉഷാറാക്കും. അപ്പോൾ പരീക്ഷ കോവിഡ് കാലമാണ്, സത്യസന്ധമായി എഴുതണം കേട്ടോ. ക്യാമറ വെച്ച് അതിന് മുമ്പിലൊന്നും ഇരുന്ന് എഴുതുന്ന അവസ്ഥ വരരുത്. നമ്മൾ സ്വന്തം അറിവ് ടെസ്റ്റ് ചെയ്യാനല്ലേ, സ്വന്തമായിട്ട് അങ്ങോട്ട് എഴുതണം കേട്ടോ. അപ്പോൾ പരീക്ഷ ഉണ്ടാവും, പഠിക്കുക കേട്ടോ. ശരി, അപ്പോൾ തിരിച്ച് പോർഷനിലേക്ക്. ആദ്യത്തെ ഭാഗം പോയിൻറ്റേഴ്സ് ആൻഡ് അറേസ്. അറേ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒന്നിൽ കൂടുതൽ മെമ്മറി ലൊക്കേഷൻസ് ഒരേ ടൈപ്പായിട്ടുള്ളത് ഒരുമിച്ച് ഒരു ബ്ലോക്കായി എടുത്തു വയ്ക്കുന്നതിനെയാണ് നമ്മൾ അറേ എന്ന് പറയാം. നമ്മൾ ഇതേവരെ എടുത്ത എല്ലാ എക്സാമ്പിളുകളിലും ഇൻറ്റീജറാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം അത് 4 ബൈറ്റാണ്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ മനസ്സിലാവാൻ എളുപ്പമുണ്ട്. ഇപ്പോഴും നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് ഒരു ഇൻറ്റീജർ അറേയാണ്. ഈ പടം നോക്കുക, ഇതിലൊരു അറേ ഉണ്ട്. ആ അറേയുടെ പേരെന്താ? ആ പടത്തിൽ നോക്കിയാൽ മനസ്സിലാവണം. അറേയുടെ പേരെന്താ? AR അല്ലേ? ആ അറയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടെന്നും കൂടി ആ പടത്തിൽ നിന്ന് മനസ്സിലാവും. നോക്കിക്കോളൂ, കണ്ടല്ലോ. ശരി, കഴിഞ്ഞിടത്ത് അറിവ് വെച്ച് ഈ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ഇൻറ്റ് AR ഓഫ് 10 എന്നെഴുതണം. മനസ്സിലായോ? ഇൻറ്റ് AR ഓഫ് 10 എന്ന് എഴുതിയിട്ട് ഓഫ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, സ്ക്വയർ ബ്രാക്കറ്റ് തുറന്നടക്കുന്നതിനാണ് നമ്മൾ ഓഫ് എന്ന് പറയാം. സെമികോളൻ ഇട്ടാൽ 10 എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേ റെഡിയാവും. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ശരി, ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ അറയിലെ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ സബ്സ്ക്രിപ്റ്റ്, ഫസ്റ്റ് എലിമെൻ്റ് ഇരിക്കുന്ന പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ ഏതാ? 0 അല്ലേ? അപ്പം AR ഓഫ് 0 എന്ന് വെച്ചാൽ എന്താ? ആ അറയിലെ ഫസ്റ്റ് ഇൻറ്റീജർ. അടുത്ത ഇൻറ്റീജർ എവിടെ? AR ഓഫ് 1. ഇതിൽ മൊത്തം എത്ര എണ്ണം കൊള്ളും? 10. അപ്പോൾ ലാസ്റ്റ് ഇൻറ്റീജർ എവിടെ? AR ഓഫ് 9. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത് കഴിഞ്ഞ കൊല്ലത്തെ കൺസെപ്റ്റാണ്. സംശയമുണ്ടോ? സ്ഥിരം പറയാറില്ല തന്നെ. കഴിഞ്ഞ കൊല്ലത്തെ പുസ്തകം എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ AR ഓഫ് 10 എന്ന് ഡിക്ലെയർ ചെയ്തു. നമുക്ക് എലിമെൻറ്റ്സ് ഉള്ളത് AR ഓഫ് 0 മുതൽ AR ഓഫ് 9 വരെ 10 എലിമെൻറ്റ്സ്. ഇത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ പതുക്കനെ പോയിന്ററിലേക്ക് കിടക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്ക് മുകളിലൊരു സെറ്റ് സംഖ്യകളും കൂടി കാണാം. അതെന്താ? ആ സംഖ്യകളുടെ പാറ്റേൺ നോക്കിക്കോട്ടോ. സീരീസ് 1000, 1004, 1008 അങ്ങനെയാണ്. അപ്പോൾ അതെന്താവും? നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് 7-8 വീഡിയോ കണ്ട് പഠിച്ചതല്ലേ. അപ്പോൾ 1000, 1004 എന്താവും? ഈ അറയുടെ എലിമെൻറ്റ്സ് ഇരിക്കുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ്. അപ്പോൾ എന്താ 1000 കഴിഞ്ഞിട്ട് 1004? അത് സിമ്പിളാണ് ഇപ്പോൾ. കാരണം 1000, 1001, 1002, 1003 4 ബൈറ്റ്സ്. 1000, 1001, 1002, 1003 4 ബൈറ്റ് കൂടിയതാണ് ഫസ്റ്റ് ലൊക്കേഷൻ, അതായത് AR ഓഫ് 0. ഇങ്ങനെ അടുത്ത എലിമെൻറ്റ്, അറയിൽ അടുത്ത എലിമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ എത്ര ബൈറ്റ് വേണം? 4 ബൈറ്റ്. അതാണ് 1004 തൊട്ടുള്ളത്. 1000, 1001, 1002, 1003 ഏതിന് പോയി? ഫസ്റ്റ് ബൈറ്റിന് പോയി. 1004 തൊട്ടുള്ള 4 എണ്ണം 1004, 5, 6, 7 ആ 4 ബൈറ്റ് ഏതിന് പോയി? AR ഓഫ് 1 പോയി. അങ്ങനെ 4 ബൈറ്റാണ് ഓരോ എലിമെൻറ്റിനും എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ നമ്പറുകൾ 1000, 1004, 1008, 16, 8 കഴിഞ്ഞാൽ 12, 16 അങ്ങനെ അങ്ങനെ കയറിപ്പോയേക്കുന്നത്. അപ്പോൾ അതെന്താണ്? അഡ്രസ്. ഇത്രയും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടല്ലോ. ശരി, അതിൽ കാണുന്ന 34, 12, 8, 18, 24 ഇതൊക്കെ എന്താ? അറയിലെ ഓരോ എലിമെൻറ്റ്സ്. അപ്പോൾ AR ഓഫ് 0 എന്തുണ്ടാവും? 34.
എയർ ഓഫ് 1 എന്തുണ്ടാവും? 12. എയർ ഓഫ് 2 8. എയർ ഓഫ് 3 18. അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇത്രയും മനസ്സിലായല്ലോ? ശരി. ഈ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തിനാണ്? ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും മനസ്സിലായല്ലോ? IPTR അപ്പം എന്താണ്? ഒരു പോയിന്റർ വേരിയബിൾ ആണ്. എന്ത് തരം വാല്യൂയിലേക്ക് പോയിന്റ് ചെയ്യുക? ഇൻറ്റീജർ. ഇത്രയും ക്ലിയർ അല്ലേ? ശരി. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, അലർട്ടായിട്ട് കേൾക്കണേ. അറയുടെ ഫസ്റ്റ് എലിമെന്റ് എന്തെന്ന് അറിയപ്പെടുക? അറയുടെ ഫസ്റ്റ് എലിമെന്റ് നമ്മൾ പ്രിന്റ് ചെയ്യണം അല്ലെങ്കിൽ റീഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറയുടെ ഫസ്റ്റ് എലിമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്തെന്ന് എഴുതും? AR of 0 അല്ലേ? അല്ലേ? ശരി. ഇനി ശ്രദ്ധിച്ച് കേട്ടോ. അടുത്ത വരിയിൽ എന്തെന്ന് അവിടെ എന്തെന്നപ്പോൾ കൂട്ടിച്ചേർത്തത്? ആൻഡ് ഇട്ടു. ആൻഡ് എന്ന് വെച്ചാൽ എന്താ? അഡ്രസ് ഓഫ്. അഡ്രസ് ഓഫ് AR of 0 എന്ന് വെച്ചാൽ എന്ത് കിട്ടും? AR എന്ന അറയിലെ ഫസ്റ്റ് എലിമെന്റിന്റെ 4 ബൈറ്റുകൾ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ബൈറ്റിന്റെ അഡ്രസ്. ഇതെന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതാ ഒന്നുകൂടിയും കേട്ടോ. ബേസ് അഡ്രസ്. AR എന്ന അറയിലെ ഫസ്റ്റ് എലിമെന്റ്, അതായത് AR of 0, അതിൻ്റെ ഫസ്റ്റ് ബൈറ്റ്, അതായത് 1000. ആ 1000 എന്ന അഡ്രസ് അത് ബേസ് അഡ്രസ് എന്നറിയപ്പെടുന്നു. അറയുടെ സ്റ്റാർട്ടിങ് എലിമെന്റിന്റെ അഡ്രസ്സാണ് ബേസ് അഡ്രസ്. ഈ അഡ്രസ്സ് എടുത്ത് നമ്മൾ ആ പോയിന്റർ വേരിയബിളിലേക്ക് വെച്ചു. ഏതിലേക്ക് വെച്ചു? IPTRലേക്ക്. ഇത്രയും മനസ്സിലായോ? ശരി. അന്നാ അടുത്ത ചോദ്യം, CO ഔട്ട്പുട്ട് ഓപ്പറേറ്റർ സ്റ്റാർ IPTR എന്ത് കിട്ടും? ഇതെന്തിന് തുല്യരിക്കും? CO ഔട്ട്പുട്ട് ഓപ്പറേറ്റർ AR of 0 തുല്യരിക്കും. കാരണം സ്റ്റാർ IPTR എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താ? വാല്യൂ അറ്റ് IPTR. വാല്യൂ അറ്റ് 1000. വാല്യൂ അറ്റ് 1000 എന്ന് വെച്ചാൽ എത്രയാണ്? ആ കാണുന്ന വില 34. അങ്ങനെ അറേ എലിമെന്റ് സബ്സ്ക്രിപ്റ്റ് ഇട്ട് എഴുതുന്നത് പോലെ തന്നെ പോയിന്റർ വഴി നമുക്ക് ആക്സസ് ചെയ്യാം, ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അടുത്ത എലിമെന്റ്, അറയിലെ അടുത്ത എലിമെന്റ് എങ്ങനെ കിട്ടും? AR of 1. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ പോയിന്ററും എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ IPTRൽ എത്ര? 1000. IPTRന്റെ കൂടെ 1 കൂട്ടിയാൽ, അതായത് IPTR +1 എന്ന് എഴുതിയാൽ എന്ത് സംഭവിക്കും? പോയിന്റർ അരിത്തമെറ്റിക് വഴി 1 കൂടും. എന്ന് വെച്ചാൽ എത്രയാവും? 1004. IPTR +2 എന്നാണ് എഴുതിയതെങ്കിലോ പോയിന്റർ അരിത്തമെറ്റിക് വഴി 2 കൂടും. എന്ന് വെച്ചാൽ 4 + 4 8 കൂടും. 1008. ഇങ്ങനെ IPTRന്റെ കൂടെ 1 2 3 4 അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്പറുകൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് 1000 1004 1008 1012 അങ്ങനെ അറയിലെ ഓരോ എലിമെന്റിൻ്റെയും ഫസ്റ്റ് അഡ്രസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ കൂടെ സ്റ്റാറും കൂടി ഇട്ട് കൊടുത്താൽ, സ്റ്റാർ എന്നുള്ളത് കോമൺ ആയിട്ട് ഇടണം. കാരണം സ്റ്റാർ IPTR +1 സ്റ്റാർ IPTR +1 വ്യത്യാസമുണ്ട്. IPTR +1 ബ്രാക്കറ്റിലിട്ടാൽ അതിൻ്റെ അർത്ഥം ആദ്യം പോയിന്റർ അരിത്തമെറ്റിക് വഴി പോയിന്ററിനെ മൂവ് ചെയ്യണം, അതായത് ആ വാല്യൂ മാറ്റണം, എന്നിട്ട് അവിടുത്തെ വാല്യൂ കാണണം എന്നാണ്. അങ്ങനെ ചെയ്താൽ അറയിലെ ഓരോ എലിമെൻറ്റും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇതിന് നിങ്ങൾ ഇത്രേ ചെയ്യാനുള്ളൂ, ഒരു ലൂപ്പ് ഇടുക. ആദ്യം നമുക്ക് മുമ്പ് ചെയ്തിരുന്ന ലൂപ്പ് എങ്ങനെയായിരുന്നു നോക്കാം. അറയുടെ ലൂപ്പ് ഒരു ഫോർ ലൂപ്പ് ഇടും. 0 തൊട്ട് <, ഇപ്പം നമ്മുടെ ഈ കേസിൽ <10 എന്നെഴുതും. I++ ഇടും. സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ A of I എന്നെഴുതും. A അല്ല AR of I എന്നെഴുതും. അതിന് പകരം ഇവിടെ പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് കാണുന്ന പോലെ ചെയ്താൽ മതി. സെയിം ലൂപ്പ്. വ്യത്യാസം വന്നത് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ AR എന്നുള്ള അറയുടെ പേരും സബ്സ്ക്രിപ്റ്റും യൂസ് ചെയ്തതിന് പകരം IPTR എന്ന പോയിന്ററും
അതിൽ അരിത്തമെറ്റിക്കിന് വേണ്ടി ഒരു വേരിയബിളും യൂസ് ചെയ്തു, ഐയിൽ 0 ആകുമ്പോൾ എത്ര കൂട്ടും? IPTR പ്ലസ് 0 എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷൻ. ഐയിൽ 1 ആകുമ്പോൾ IPTR പ്ലസ് 1, അതായത് രണ്ടാമത്തെ എലിമെൻറ്റിൻ്റെ ഫസ്റ്റ് അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യും. IPTR പ്ലസ് 2 മൂന്നാമത്തെ, അങ്ങനെ IPTR പ്ലസ് 9 എത്തുമ്പോൾ ലാസ്റ്റ് എലിമെൻറ്റ് വരെയാവും. അത് കഴിയുമ്പോൾ നമ്മളവിടെ ചെക്കിങ് വെച്ചിട്ടുണ്ട് ലൂപ്പിൽ, I<n നോക്കും, അത് 10 ആയി ഉണ്ടാവും അപ്പോൾ 10 അല്ലാത്ത അവസ്ഥ വരും. അത് ഇപ്പോൾ നമ്മുടെ ഈ കേസിൽ <10 ആണ് നോക്കിയേക്കുന്നത്, അപ്പോൾ <10 അല്ലാത്ത അവസ്ഥ വരും, ലൂപ്പിൽ നിന്ന് പുറത്തു പോകും. ഇങ്ങനെ അറേയിലെ ഓരോ എലിമെൻറ്റും പോയിൻ്റർ വഴിയും പോയിൻ്റർ അരിത്തമെറ്റിക് വഴിയും നമുക്ക് ആക്സസ് ചെയ്യാം. വളരെ 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 പ്രധാനപ്പെട്ടത് അറേ എലിമെൻറ്റ്സ് എങ്ങനെ പോയിൻ്റർ വഴി കിട്ടും എന്നുള്ളത്. ഇപ്പോൾ ഈ 2 ഫോർ ലൂപ്പും രണ്ടിൻ്റെയും കമ്പാരിസണും കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ അറേ പോയിൻ്റർ വഴി ആക്സസ് ചെയ്യുക. ഈ അറേയും പോയിൻ്ററായിട്ടെ വേറെ ചെറിയൊരു ബന്ധം കൂടി ഉണ്ട്. അത് വളരെ രസമാട്ടോ. ഇപ്പോൾ കാണിച്ചാൽ ഇപ്പം നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ അറേയുടെ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ എഴുതിയത്? അപ്പോൾ ഈ കാണുന്ന പ്രോഗ്രാമിൽ എന്താ എഴുതിയത്? IPTR is equal to ആംപർസാൻഡ് ഓഫ്, അതായത് അഡ്രസ് ഓഫ് AR ഓഫ് 0. കണ്ടില്ലേ? അങ്ങനെയാണ് നമ്മൾ ആ അറേയുടെ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ്സ് എടുത്ത് IPTRൽ വെച്ചത്. ഇതിന് പകരം നമ്മൾ IPTR is equal to AR എന്ന് എഴുതി സെമിക്കോളൻ ഇട്ടാൽ എന്ത് സംഭവിച്ചതെന്നറിയോ? ഈ ഔട്ട്പുട്ട് നോക്കിക്കോ, രണ്ടും പ്രിന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. CO ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആംപർസാൻഡ് ഓഫ് AR ഓഫ് 0, CO ഔട്ട്പുട്ട് ഓപ്പറേറ്റർ AR, രണ്ടും നോക്കിയിട്ടുണ്ട്. രണ്ടിലും സെയിം ഔട്ട്പുട്ട് അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പോൾ തൊട്ട് മനസ്സിലാക്കുക, അറേയുടെ പേര് എന്നാൽ അറേയുടെ ഫസ്റ്റ് എലിമെൻറ്റിലേക്കുള്ള അഡ്രസ്സ് തന്നെയാണ്. അറേയുടെ പേരിൽ സ്റ്റോർ ചെയ്യാം. അറേയുടെ പേര് മാത്രം മതി, അത് തന്നെ ഒരു പോയിൻ്ററാണ്. അറേയുടെ പേര് ഒരു പോയിൻ്ററാണ്. അറേയുടെ പേരിൽ അതിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റിലേക്കുള്ള അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് അറേയുടെ പേരിലെ ഫസ്റ്റ് ഉള്ള പോയിൻ്ററിലുള്ള ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ അഡ്രസ്സ് അതിനെ ബേസ് അഡ്രസ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മളൊരു പോയിൻ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതിന് തുല്യമായിരുന്നു ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്ന അറേയിലെ പേര്. ആ പർപ്പസ് തന്നെ, അറേയുടെ പേര് തന്നെ പോയിൻ്ററായിരുന്നു, നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളൂ. അപ്പോൾ AR ഓഫ് 0 AR ഓഫ് 1 എന്ന് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവനും പോയിൻ്റർ അരിത്തമെറ്റിക് തന്നെയാണ് ചെയ്തിരുന്നത്. നമ്മളിപ്പോഴേ കണ്ടുള്ളൂ എന്ന് മാത്രം കേട്ടല്ലോ. അപ്പോൾ ഇപ്പോൾ തൊട്ട് മനസ്സിലാക്കുക, അറേയുടെ പേരെന്ന് വെച്ചാൽ ഒരു പോയിൻ്ററാണ്, അത് പോയിന്റ് ചെയ്യുക ബേസ് അഡ്രസ്സിനൊക്കെയാണ്. ബേസ് അഡ്രസ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അറേയുടെ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ്സ്. ഇനി ചെറിയൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. നമുക്ക് പോയിൻ്റർ അരിത്തമെറ്റിക് പറ്റും. എങ്ങനെ? ഇപ്പം നമ്മൾ എഴുതിയ IPTR അതിൻ്റെ കൂടെ പ്ലസ് പ്ലസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടും, 1 കൂടും. IPTR പ്ലസ് 1 എഴുതി കഴിഞ്ഞാൽ 1 കൂടും. IPTR പ്ലസ് പ്ലസ് എന്ന് എഴുതിയാലും 1 കൂടും. IPTR പ്ലസ് പ്ലസ് എന്ന് എഴുതിയാൽ ഓൾറെഡി IPTRൽ എത്രയായിരുന്നോ അതിൻ്റെ കൂടെ 4 ബൈറ്റ് ആണെങ്കിൽ 4 സൈസ് എത്രയാണോ, ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എത്രയാണോ അത്രയും കൂടിയിട്ട് അത് IPTRൽ തന്നെ സ്റ്റോർ ചെയ്യും. കാരണം IPTR ഒരു പോയിൻ്റർ വേരിയബിൾ ആണ്. കൂട്ടിയ റിസൾട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യാനാണ് IPTR പ്ലസ് പ്ലസ്. IPTR പ്ലസ് പ്ലസ് എന്ന് എഴുതിയാൽ അങ്ങനെയാണ്. അതേസമയം അറേയുടെ പേര് ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതായതുകൊണ്ട് അറേയുടെ പേര് നിങ്ങൾക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. എങ്ങനെ? ഇപ്പോൾ AR പ്ലസ് പ്ലസ് അങ്ങനെ എഴുതാൻ പറ്റില്ല. AR പ്ലസ് 1 എഴുതാം, അതിന് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ AR പ്ലസ് 1 എഴുതുമ്പോൾ ARലെ കണ്ടന്റിന് ഒരു വ്യത്യാസം വരുന്നില്ല. ARലെ കണ്ടന്റ് അതേപോലെ തന്നെ ഇരിക്കുകയാണ്. പ്ലസ് 1 ഇടുമ്പോൾ പുതിയൊരു വാല്യൂ കിട്ടും, അത് ARലേക്ക് തിരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല. അതെന്താ കാരണം എന്നറിയോ? ഈ AR വഴിയാണ് നമ്മൾ അറേയിലെ അടുത്തടുത്ത എലിമെന്റ്സ് ഒക്കെ എടുത്തിരുന്നത്. AR ഓഫ് 0 AR ഓഫ് 1 AR ഓഫ് 2. അപ്പോൾ ARലെ കണ്ടന്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ അറേ എടുക്കാൻ പറ്റില്ല. അതേസമയം പോയിന്റർ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്.
അതിൽ നമുക്ക് വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ അതിലെ വാല്യൂ ചേഞ്ച് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് അറേയുടെ പേര് ബേസ് അഡ്രസ്സായി യൂസ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം. ബേസ് അഡ്രസ്സ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അറേയുടെ പേര് അത് ഫിക്സ്ഡ് ആണ്. അതിലെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേസമയം അതേ അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പോയിന്റർ എടുത്തു, അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി മാറ്റി കൊണ്ടുപോകാം, കുഴപ്പമില്ല. പ്ലസ് പ്ലസ് ഇട്ട് അതിൽ കണ്ടന്റ് തന്നെ ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അറേയുടെ പേര് ഒരിക്കലും, അതിലുള്ള പോയിന്റർ വാല്യൂ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതാണ് അറേയുടെ പേര് ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത. അറേയുടെ പേര് കൂട്ടാൻ പറ്റില്ല. അതേസമയം അതേ സ്ഥലത്തേക്കുള്ള പോയിന്റർ നിങ്ങൾക്ക് കൂട്ടി കൂട്ടി കൊണ്ടുപോയി എന്ത് വേണമെങ്കിലും ചെയ്യാം. കൂട്ടാൻ പറ്റില്ല മീൻസ് അതിൽ മാറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അറേയുടെ പേരിലുള്ള പോയിന്ററിലുള്ള വില മാറ്റാൻ പറ്റില്ല. കാരണം അത് മാറ്റി കഴിഞ്ഞാൽ അറേയുടെ അടുത്തടുത്ത എലിമെന്റ്സ് എടുക്കാൻ പറ്റണ്ടാവുന്നു. പോയിന്റർ നിങ്ങൾ മാറ്റിക്കോ, കുഴപ്പമില്ല. കാരണം എന്താ, ഒറിജിനൽ അറേ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു പോയിന്റർ ബേസ് അഡ്രസ്സ് വെച്ചിട്ട് അറേയുടെ പേരിലുണ്ട്. ഡൈനാമിക് അറേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ. അത് അടുത്ത പ്രോഗ്രാം കഴിയുമ്പോൾ പറഞ്ഞാൽ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡൈനാമിക് അറേ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതേവരെ നമ്മൾ പഠിച്ച അറേക്കൊക്കെ അറേയിലെ എലിമെന്റ്സ് എത്ര എണ്ണം ചോദിക്കും, എന്നിട്ട് അത്രയും വരെ ലൂപ്പ് ഇടും, അങ്ങനെ റീഡിംഗ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം പഠിച്ച അറേയുടെ ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് ഇപ്പോൾ കാണുന്നത്, റീഡിങ്ങും പ്രിന്റിങ്ങും. കഴിഞ്ഞ കൊല്ലം നമ്മൾ അറേ പഠിച്ചപ്പോൾ ആദ്യം തന്നെ അറേയുടെ സൈസ് ഫിക്സ് ചെയ്യും, എന്നിട്ട് ലൂപ്പ് ഇട്ടിട്ട് എടുക്കലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡൈനാമിക് അറേ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, അറേയുടെ സൈസ് ആദ്യം തന്നെ ഫിക്സ് ചെയ്യില്ല. പിന്നെ അറേയുടെ സൈസ് ആദ്യം നമ്മൾ ചോദിക്കും, എന്നിട്ട് റീഡ് ചെയ്യുന്ന സൈസിനനുസരിച്ച് അറേയുടെ സൈസ് ഫിക്സ് ചെയ്യും. അല്ലാതെ ആദ്യം തന്നെ 50, 100 എന്ന് എഴുതിയിരിക്കില്ല. അറേയുടെ സൈസ് ആദ്യം നമ്മൾ ചോദിക്കും, എത്രയെന്ന് ചോദിക്കും. അപ്പോൾ ഓരോ തവണയും പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ 5, ചിലപ്പോൾ 10 എന്നൊക്കെ മാറി പറഞ്ഞു എന്ന് വരാമല്ലോ. അതിനനുസരിച്ച് യൂസർ പറയുന്ന സൈസുള്ള അറേ നമ്മൾ അപ്പം ഡൈനാമിക് ആയിട്ട് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ അറേയുടെ സൈസ് വേരിയിങ് ആക്കും, ഫിക്സഡ് അല്ല, വേരിയിങ്. അതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് അറേ എന്ന് പറയുന്നത്. ഡൈനാമിക് അറേ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക പോയിന്ററാണ്. മനസ്സിലായോ? പോയിന്റർ ഉപയോഗിച്ച് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പാസ് ഇൻ സ്കൂൾസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ പ്രോബ്ലമാണ് നമ്മളും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടല്ലോ. ശരി, ഇതിൽ ആദ്യത്തെ 3 വരി ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ സ്കൂളുകളിലെ പാസ് പെർസെൻറ്റേജ് വാങ്ങണം, എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള സ്കൂൾ ഏത് സ്കൂൾ ഏതെന്നല്ല, ആ സ്കൂളിലെ പാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ക്ലിയർ അല്ലേ? അതിനുവേണ്ടി ഈ പ്രോഗ്രാമിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പോയിന്ററാണ് പാസ് എന്ന പേരിലുള്ളത്. ഈ പാസ് എന്നുള്ള പോയിന്റർ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഡൈനാമിക് അറേ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയെന്ന് താഴെ കാണാം. മാത്സ് എന്ന വേരിയബിളിൻ്റെ പേര് കാണുമ്പോൾ തന്നെ അറിയാലോ, നമുക്ക് ആ ലിസ്റ്റ് ഓഫ് പെർസെൻറ്റേജുകളിലെ ഏറ്റവും വലിയ പെർസെൻറ്റേജ് ഏത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്സ് എന്നുള്ള ആ വേരിയബിൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നും ഐയും ഇതൊക്കെ ഇനി കാണുമ്പോഴേക്കും മനസ്സിലാവണം. എൻ എന്തിനാവും? നമ്പർ ഓഫ് സ്കൂൾസ് കണ്ടുപിടിക്കാൻ. ഐ എന്തിനാവും? ഫോർ ലൂപ്പിലെ ഇൻക്രിമെൻറ്റ് വേരിയബിളിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആദ്യം തന്നെ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് എത്ര സ്കൂളുണ്ടെന്ന് ചോദിക്കുന്നു, എന്നിട്ട് ആ സ്കൂളുകളുടെ എണ്ണം അത് എന്നിൽ വാങ്ങുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേവരെ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സാധാരണ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചെയ്ത പ്രോഗ്രാമിൽ ആദ്യം തന്നെ അറേ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ അറേയുടെ സൈസ് ഫിക്സ് ചെയ്യും. ആദ്യം തന്നെ ഒരു 500-എന്നോ 100-എന്നോ 50-എന്നോ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യും. എന്നിട്ട് പിന്നെ എത്ര സ്കൂളുണ്ടെന്ന് ചോദിക്കുക, അതിനനുസരിച്ച് ലൂപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അറേയുടെ സൈസ് നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല, അറേ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇപ്പോഴും നമ്മൾ അറേ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ സ്കൂളുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്കൂളുകളുടെ എണ്ണം ഇതിൽ കിട്ടി, എന്നിൽ. അടുത്ത സ്റ്റെപ്പാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അവിടെയാണ് നമ്മളൊരു ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെയാണ്? പാസ് എന്ന പോയിന്റർ ഉപയോഗിച്ചു. ഈക്വൽസ് ന്യൂ, അപ്പോൾ പുതിയ മെമ്മറി ലൊക്കേഷൻസ് വേണം. ഏത് തരം? ഫ്ലോട്ട്. അപ്പോൾ ഫ്ലോട്ട് ടൈപ്പ് മെമ്മറി ലൊക്കേഷൻസ് വേണം. സാധാരണ നമ്മൾ മുമ്പ് ഫ്ലോട്ട് എന്ന് എഴുതി സെമിക്കോളൻ ഇടാറാണ് പതിവ്. അപൂർവം ചില സമയങ്ങളിൽ അവിടെ പരാന്തസിസ്, വളഞ്ഞ ബ്രാക്കറ്റ് ഇട്ടിട്ട് വാല്യൂ എഴുതിയിട്ടുണ്ട്. അത് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാനായിരുന്നു. അല്ലാതെ
അത് വേറെ ഉദ്ദേശങ്ങൾക്കൊന്നല്ല, വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാനായിരുന്നു, ഇനീഷ്യൽ വാല്യൂ കൊടുക്കാൻ. ഒറ്റ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം അവിടേക്കുള്ള ഇനീഷ്യൽ വാല്യൂ കൊടുക്കാനായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇട്ടേക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റാണ്. അറേ സൂചിപ്പിക്കാനാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ 100, 50 ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഖ്യ എഴുതുകയല്ല ചെയ്തത്. ഇൻപുട്ട് വഴി വാങ്ങിയ n എത്രയാണോ അതാണ് ഇവിടെ സൈസ് കൊടുത്തേക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ഓരോ തവണ റൺ ചെയ്യുമ്പോഴും ഈ n നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് മാറി വരും. അതിനനുസരിച്ച് എന്നിൻ്റെ സൈസ് കൂടിയും കുറഞ്ഞും വരും. അറയുടെ സൈസ്, എന്നിൻ്റെ അല്ല അറയുടെ സൈസ് എന്ന് വെച്ചാൽ ഇത് ഡൈനാമിക് അറയായി. അങ്ങനെ പ്രോഗ്രാം ഓരോ തവണ റൺ ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അറയുടെ സൈസ് കൂട്ടുക, കുറയ്ക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള കാരണമാണ് ഇതിനെ ഡൈനാമിക് അറേ എന്ന് പറയണേ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ? വേസ്റ്റേജ് കുറയും. നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ ചോദിക്കുന്നത്. സൈസ് കിട്ടിയതിന് ശേഷമാണ് അറേ ഡിക്ലെയർ ചെയ്യണത്. അപ്പോൾ വേസ്റ്റേജ് ഉണ്ടാവില്ല, ഇൻസഫിഷ്യൻറ്റ് മെമ്മറി എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇത് രണ്ടും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ കമ്പാരിസണിൽ നമ്മൾ പഠിച്ചതാണ്. സംശയമുണ്ടോ? വീഡിയോ എടുത്ത് നോക്കിക്കോ. അപ്പം അന്ന് പറഞ്ഞു ഡൈനാമിക് അറേ നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞു. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ ഗുണം. പോയിൻ്ററിൻ്റെ ഒരു വേരിയബിൾ പോയിൻ്റർ ആക്കാനൊന്നല്ല നമ്മളിത് ഉപയോഗിച്ചത്, ഡൈനാമിക് ആക്കാൻ. ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി ലൊക്കേഷൻ, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സൈസ് കൂട്ടുക, കുറയ്ക്കുക. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ക്ലിയർ ആയോ? ഒരു വരി കാണാപ്പടം പഠിക്കാനേ ഉള്ളൂ, പക്ഷെ കൺസെപ്റ്റ് അറിയാം വേണോ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. അതായത് പാസ് ഇസ് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട് എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റിൽ n ഇട്ട ഭാഗം. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും? n സൈസുള്ള ഒരു ഡൈനാമിക് അറേ ക്രിയേറ്റ് ആവും. ഇനിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, ഈ ഒരു വലിയ പുതിയതുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 0 മുതൽ n-1 വരെയുള്ള ലൊക്കേഷനുകളിലേക്ക് വാല്യൂ ഇൻപുട്ടായി വാങ്ങണം ആ അറേയിലേക്ക്. അതിനുവേണ്ടി നമ്മൾ 16ാമത്തെ വരിയിൽ ഒരു ഫോർ ലൂപ്പ് ഇട്ടു. കണ്ടല്ലോ, ആ ഫോർ ലൂപ്പിൽ നമ്മൾ 0 തൊട്ട് n <n എന്നാണ് എഴുതിയേക്കണം. അപ്പോൾ 0 തൊട്ട് n-1 വരയ്ക്ക് ആ ലൂപ്പ് വർക്ക് ചെയ്യും. അവിടെ നമ്മൾ കമൻ്റ് ഇട്ട് തന്നിട്ടുണ്ട്. 21ാമത്തെ വരിയിൽ നേരെ കോഡ് നോക്കിയാൽ മതി. എന്തെന്ന് ഒരു മെസ്സേജ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കും. പെർസെൻറ്റേജ് ഓഫ് പാസ് ബൈ സ്കൂൾ നമ്പർ 1, നമ്പർ 2 എന്ന് മാറി വരാൻ വേണ്ടി i+1. i++ അല്ല, അവിടെ i+1 ആണ്. i+1 ഇടുമ്പോൾ സ്ക്രീനിൽ വരുന്ന മെസ്സേജ് ഐയുടെ വില 0 ആകുമ്പോൾ 1 വരും, ഐയുടെ വില 1 ആകുമ്പോൾ 2 വരും. അപ്പോൾ കറക്റ്റായിട്ട് പെർസെൻറ്റേജ് ഓഫ് പാസ് ബൈ സ്കൂൾ 1, പെർസെൻറ്റേജ് ഓഫ് പാസ് ബൈ സ്കൂൾ 2 അങ്ങനെ ലിസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ i+1. അവിടെ എന്നിട്ട് എന്തായി പോയാനെ? ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് പാസ് ബൈ സ്കൂൾ 0 എന്നായി പോയാനെ. അപ്പോൾ അതിനനുസരിച്ച് എന്നാൽ ഫോർ ലൂപ്പിൽ 1 ആക്കിയേ പറ്റൂ. അത് പറ്റില്ല, കാരണം അറേയുടെ സബ്സ്ക്രിപ്റ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക 0-ലാണ്. അത് കാരണം അത് മാറ്റാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ i+1 എഴുതലാണ് ഭംഗിയുള്ള മെസ്സേജിനുള്ള സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പാസ് പെർസെൻറ്റേജ് ഓരോ സ്കൂളിൻ്റെ ആയിട്ട് സെയിം ഇൻപുട്ട് ഓപ്പറേറ്റർ പാസ് ഓഫ് i. ഈ പോയിൻ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു, പോയിൻ്റർ ടു n അറേന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? അറേയുടെ പേര് തന്നെയാണ്. അറേയുടെ പേരെന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? പോയിൻ്റർ ടു n അറേ തന്നെയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബേസ് അഡ്രസ്സ് ആയിട്ടുള്ളതാണ് ശരിക്കുള്ള അറേയുടെ പേര്. ഇവിടെ നമ്മൾ പോയിൻ്റർ ഡിക്ലെയർ ചെയ്ത കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ പോയിൻ്ററിനെ അറേയുടെ പേരായിട്ട് ഉപയോഗിക്കാം. അറേയുടെ പേരായിട്ട് ഉപയോഗിച്ച അതേ സാധനത്തിനെ പോയിൻ്ററായിട്ടും മാറി ഉപയോഗിക്കാം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ പാസ് എന്നുള്ള പോയിൻ്റർ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഞാനിവിടെ കമൻറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്നറിയും? ഇങ്ങനെയും വർക്ക് ചെയ്യും അങ്ങനെയും വർക്ക് ചെയ്യുമെന്ന് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ കമൻറ്റിൽ എഴുതിയ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, വർക്ക് ചെയ്യും. ഡൈനാമിക് അറേ ഉണ്ടാക്കിയെങ്കിലും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള അറേ ഉപയോഗിച്ച് അതേപോലെ ഉപയോഗിക്കാം. ആ പോയിൻ്ററിനെ നിങ്ങൾ സ്റ്റാറ്റിക്കിൽ അറേ പോലെ ഉപയോഗിച്ചാൽ മതി. കഴിഞ്ഞ കൊല്ലത്തെ അറേയുടെ പേരായിട്ട് എടുത്താൽ മതി ഇപ്പം ഉണ്ടാക്കിയ പോയിൻ്റർ, ബാക്കിയെല്ലാം സെയിം കേട്ടോ. ഇനി അത് പോയിൻ്റർ പോലെ തന്നെ ഉപയോഗിക്കണം, അതും പറ്റും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ 2 രീതിയിലും മിക്സ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കുക, 22ാമത്തെ വരിയിൽ നമ്മൾ അറേയിലേക്ക് ഓരോ പാസ് പെർസെൻറ്റേജുകൾ വാങ്ങി. അപ്പോൾ ആ ലൂപ്പ് 0 തൊട്ട് n-1 വരയ്ക്ക് വർക്ക് ചെയ്യും. ഏത് ലൂപ്പ്? നമ്മുടെ 16ാമത്തെ വരിയിൽ എഴുതിയിട്ടുള്ള ലൂപ്പ്. 17 തൊട്ട് 23 വരെയുള്ള വരികളിലുള്ള ലൂപ്പ് അങ്ങനെ 0 തൊട്ട് n-1 വരയ്ക്ക് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ സ്കൂളുകളുടെയും പാസ് പെർസെൻറ്റേജ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയോ? ആദ്യത്തെ സ്കൂളിൻ്റെ പാസ് പെർസെൻറ്റേജ് അതിനെ തൽക്കാലം എടുത്തിട്ട് മാക്സിമം വാല്യൂ ഇട്ട് വെച്ചു. തൽക്കാലം നമുക്ക് കമ്പയർ ചെയ്ത് തുടങ്ങണമല്ലോ, താരതമ്യം ചെയ്ത് തുടങ്ങിയാൽ ഇതിൽ ഏത് സ്കൂളിലാണ് ഏറ്റവും കൂടുതലെന്ന് അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്കൂളിലെ പാസ് പെർസെൻറ്റേജിനെ എടുത്ത് തൽക്കാലം ഏറ്റവും വലുതായിട്ട് അങ്ങോട്ട് വെച്ചു.
ഏതിൽ മാത്സിൽ വെച്ചു. അതും നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. കണ്ടല്ലോ, പാസ് ഓഫ് 0 എന്ന് എഴുതിയാൽ ഫസ്റ്റ് ലൊക്കേഷനിലുള്ള പാസ് പെർസെൻറ്റേജ് എന്നായി. അതിന് പകരം സ്റ്റാർ പാസ് പ്ലസ് 0 എന്നും എഴുതാം, അല്ലെങ്കിൽ സ്റ്റാർ പാസ് എന്നും എഴുതാം. ഇതിലേത് എഴുതിയാലും വർക്ക് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെയും ലൂപ്പ് ഇട്ടു. ശരിക്കും ആ ലൂപ്പ് 0-ൽ തുടങ്ങണമെന്നില്ല, 1 തൊട്ട് തുടങ്ങിയാൽ മതി. കാരണം ഫസ്റ്റ് പാസ് പെർസെൻറ്റേജ് നമ്മൾ മാത്സിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. പ്രിൻറ്റിങ്ങും കമ്പയറിങ്ങും ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കലും കൂടി നമ്മളൊരു ഒറ്റ സെറ്റ് ലൂപ്പിൽ അവസാനിപ്പിച്ചു. 28 മുതലുള്ള ആ ലൂപ്പിൽ നമ്മൾ പ്രിൻറ്റിങ്ങും കഴിക്കും, ഏറ്റവും വലിയ പാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കലും കഴിക്കും. ഇവിടെ നോക്കാം, 28ാമത്തെ വരിയിൽ നമ്മൾ റീഡ് ചെയ്യാനിട്ട പോലെ തന്നെ ഒരു ലൂപ്പ് ഇട്ട് 0 തൊട്ട് n-1 വരേക്ക്, അതായത് i<n വരേക്ക്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയോ, ഓരോ സ്കൂളിൻ്റെയും പാസ് പെർസെൻറ്റേജ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. 32, 33 വരികളിൽ നോക്കിയാൽ കാണാം പാസ് പെർസെൻറ്റേജ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 35, 36 വരികൾ ശ്രദ്ധിക്കുക. ആ വരി എന്തിനാണെന്നറിയോ, ഇപ്പോൾ ഐയുടെ വില മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് 0, 1, 2, 3 എന്ന് മാറി മാറി വരുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ പാസ് ഓഫ് 5 പുതിയ പുതിയ സ്കൂളുകളിലെ പാസ് പെർസെൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കും. അതിലോരോ പാസ് പെർസെൻറ്റേജും, അതായത് I0 ആകുമ്പോഴത്തെ, I1 ആകുമ്പോഴത്തെ, I2 ആകുമ്പോഴത്തെ, അങ്ങനത്തെ ഓരോ പാസ് പെർസെൻറ്റേജും ഇപ്പോഴത്തെ മാത്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. കയ്യിൽ നമ്മളൊരു മാത്സ് വെച്ചിട്ടുണ്ടല്ലോ, ആദ്യം കിട്ടിയ മാത്സ് ഏതാ, ഫസ്റ്റ് എലിമെൻ്റ് ആണ് നമ്മൾ മാത്സ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണോ വലുത്, അതോ ഐയുടെ ഇപ്പോഴത്തെ ലൂപ്പിൽ വരുന്ന പാസ്സാണോ വലുത് നോക്കും. ഇപ്പോഴത്തെ ലൂപ്പിൽ വരുന്ന പാസ്സാണ് വലുതെങ്കിൽ ഉടനെ മാത്സിന് പിടിച്ചതാക്കും. അപ്പം എപ്പം മാത്സ് നോക്കിയാൽ എന്തുണ്ടാവും, അതേവരെ കഴിഞ്ഞ അറയിലെ എലിമെൻസിലെ ഏറ്റവും വലിയ പാസ് പെർസെൻറ്റേജ് ഉണ്ടാവും. മനസ്സിലായോ? ഇങ്ങനെ ആ ലൂപ്പ് 0 തൊട്ട് n-1 വരയ്ക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്സ് എന്ന വേരിയബിളിൽ എന്തുണ്ടാവും, ഏറ്റവും വലിയ പാസ് പെർസെൻറ്റേജ് ഉണ്ടാവും. ആ ലൂപ്പിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ സ്കൂളിലെയും പാസ് പെർസെൻറ്റേജ് പ്രിൻറ്റ് ചെയ്തു. കൂടാതെ ലൂപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും വലിയ പാസ് പെർസെൻറ്റേജ് ഏതാണോ അതും കൂടി പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ഇവിടെ റീഡ് ചെയ്യാനായാലും പ്രിൻറ്റ് ചെയ്യാനായാലും നിങ്ങൾക്ക് അറേ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നുകിൽ സ്റ്റാറ്റിക് അറേ യൂസ് ചെയ്ത പോലെ തന്നെ പാസ് ഓഫ് ഐ എന്നൊക്കെ ഇട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റാർ പാസ് പ്ലസ് ഐ എന്ന പോയിൻ്റർ അരിത്തമെറ്റിക് കൺസെപ്റ്റും യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടാണ് ആ കാണുന്നത്. കണ്ടല്ലോ? ഇപ്പം നമ്മൾ സെക്ഷൻ 1.5 കഴിഞ്ഞു, അതായത് പോയിൻ്റർ ആൻഡ് അറേ എന്ന ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് പോയിൻ്റർ ആൻഡ് സ്ട്രിങ്ങും പോയിൻ്റർ ആൻഡ് സ്ട്രക്ചറും ഉണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇതേവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായിട്ട് ഹോംവർക്ക് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഹോംവർക്ക് പിടിച്ചോ. ഈ ചാപ്റ്ററിലെ ഇതേവരെയുള്ള നോ യുവർ പ്രോഗ്രസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസും ലെറ്റസ് ഡു സെക്ഷനിലെ ക്വസ്റ്റ്യൻസും ചെയ്യുക. സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ളൂ. കേട്ടല്ലോ? പ്രോഗ്രാംസ്, ഇതേവരെയുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണോ അതും നോക്കി വയ്ക്കുക കേട്ടോ, പരീക്ഷയ്ക്ക് മുമ്പ് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.